സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമായിരുന്നു ശ്രീനിവാസൻ. ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രം പുരോഗമിക്കുമ്പോഴായിരുന്നു ശ്രീനിവാസന്റെ വിവാഹം. അന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു താരം. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ശ്രീനിവാസൻ ഇന്നസെന്റിനോട് പറഞ്ഞു വിവാഹമാണെന്നും രജിസ്റ്റർ മാരേജ് ആണെന്നും. ഇന്നസെന്റിന്റെ കയ്യിലും പണം കമ്മിയാണെന്ന് ശ്രീനിവാസൻ അറിയാമായിരുന്നു. എങ്കിലും കുറച്ച് കാശ് ഇന്നസെന്റ് ശ്രീനിവാസന് നൽകി. എവിടുന്നാണ് ഇപ്പോൾ പണം അറേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ആലീസിന്റെ 2 വള പോയി എന്നായിരുന്നു ഇന്നസെന്റിന്റെ മറുപടി. നാട്ടിൽ വന്ന പല ആവശ്യങ്ങൾക്കായി ആ പണം ശ്രീനിവാസന്റെ കയ്യിൽ നിന്നും ചിലവായി. രജിസ്റ്റർ മാരേജ് ആയിരുന്നെങ്കിലും താലി കെട്ടണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ശ്രീനിവാസന്റെ അമ്മയ്ക്ക്. പക്ഷേ പണമില്ലാത്തതിനാൽ ശ്രീനിവാസന് അതിനോട് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് ശ്രീനിവാസൻ വഴങ്ങി. പക്ഷേ താലി വാങ്ങാൻ പണമില്ല. 2000 രൂപയെങ്കിലും വേണം. അപ്പോഴാണ് കണ്ണൂരിൽ മമ്മൂട്ടിയുടെ അതിരാത്രം സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ശ്രീനിവാസൻ അറിയുന്നത്. മമ്മൂട്ടിയെ ചെന്ന് കാണാമെന്ന് ശ്രീനിവാസൻ തീരുമാനിച്ചു. ശ്രീനിവാസൻ കണ്ണൂരിൽ മമ്മൂട്ടി താമസിക്കുന്നിടത്ത് ചെന്നു. മമ്മൂട്ടിയെ കണ്ടു, കാര്യം അവതരിപ്പിച്ചു. രജിസ്റ്റർ മാരേജ് ആണ്, താലി വാങ്ങാൻ 2000 രൂപ ആവശ്യമുണ്ടെന്നും ശ്രീനിവാസൻ പറഞ്ഞു. സംഭവം പറഞ്ഞപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ആണെങ്കിലും വിവാഹത്തിന് വരണമെന്ന് മമ്മൂട്ടിക്ക് ഒരേ നിർബന്ധം. പക്ഷേ ശ്രീനിവാസൻ അതിനെ സമ്മതിച്ചില്ല. ശ്രീനിവാസൻ അന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടില്ല. പക്ഷേ മമ്മൂട്ടി വന്നാൽ ആൾ കൂടുമെന്ന് ശ്രീനിവാസൻ ഭയന്നു. ഒടുവിൽ അങ്ങനെ മമ്മൂട്ടി പണം നൽകി. ആ പണം കൊണ്ടാണ് താൻ വിവാഹത്തിന് താലി വാങ്ങിയതെന്ന് ശ്രീനിവാസൻ പറയുന്നു. ക്രിസ്ത്യാനിയായ ഇന്നസെന്റും മുസൽമാനായ മമ്മൂട്ടിയുമാണ് തൻ്റെ വിവാഹത്തിന് സഹായിച്ചത്. അവിടെ ജാതിയും മതവും ഇല്ലായിരുന്നു, സൗഹൃദവും മനുഷ്യത്വവും മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നും ശ്രീനിവാസൻ പറയുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്